തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടുകയും നേതൃത്വം നൽകുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസിനുള്ളിൽ ഒഴിവാക്കാനോ അവഗണിക്കാനോ കഴിയാത്ത നേതാവായി അദ്ദേഹം മാറി. കർണാടക മുഖ്യമന്ത്രി പദം മാത്രം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാതെ പോയി. എക്കാലത്തും സംഘപരിവാറിന്റെ കടുത്ത വിമർശകരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ തളർത്തിയ തോൽവിയായി മാറുകയായിരുന്നു. 1969 MSK നിയമോപദേശകനായ ഖാർഗെ പിന്നീട് സംയുക്ത മസ്ദൂർ സംഘത്തിന്റെ ശക്തനായ തൊഴിലാളി യൂണിയൻ നേതാവായി ഉയർന്നു വന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടുകയും നേതൃത്വം നൽകുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസിനുള്ളിൽ ഒഴിവാക്കാനോ അവഗണിക്കാനോ കഴിയാത്ത നേതാവായി അദ്ദേഹം മാറി. തുടർച്ചയായി 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് വിദ്യാഭ്യാസം, പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണം, റവന്യൂ, സഹകരണം, ഗതാഗതം, ആഭ്യന്തരം എന്നിങ്ങനെ പല വകുപ്പുകളിൽ മന്ത്രിയായെങ്കിലും കർണാടക മുഖ്യമന്ത്രി പദം മാത്രം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാതെ പോയി. 1999, 2004 വർഷങ്ങളിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഖാർഗെയുടെ പേര് സജീവമായി പരിഗണിച്ചെങ്കിലും നടപ്പായിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് പട്ടികജാതി പട്ടികവർഗ അധ്യാപക ഒഴിവുകളിൽ 16,000 ഒഴിവുകൾ നികത്തിയത്. ഗതാഗത വകുപ്പിലെ മന്ത്രിയായി കർണാടകയിലെ പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഗ്രാമങ്ങളിൽ ജലപ്രതിസന്ധിയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കാൻ നൂതന പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ഭൂമിയില്ലാത്തവർക്ക് സ്ഥാപിതമായ പട്ടയങ്ങൾ വിതരണം ചെയ്തു എന്നതും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എക്കാലത്തും സംഘപരിവാറിന്റെ കടുത്ത വിമർശകരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. സനാതന ധർമ്മത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ മൂലം സംഘപരിവാർ അവരുടെ ശത്രുക്കളിൽ ഒരാളായിട്ടാണ് ഖാർഗെ പണ്ടുമുതൽക്കേ കണ്ടുപോരുന്നത്. അംബേദ്കറുടെയും ബുദ്ധന്റെയും അനുയായിയാണ് താനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചായിരുന്നു BJP നേരിട്ടത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നതിൽ RSS മേധാവി മോഹൻ ഭഗവതിന് പരിഭ്രാന്തി ഉണ്ടെന്നായിരുന്നു ഒരിക്കൽ ഖാർഗെയുടെ പരാമർശം. അടിച്ചമർത്തലുകളും അസമത്വവും ജാതി വ്യവസ്ഥയും കാരണം മതപരിവർത്തനം ഇന്ത്യക്ക് പുതിയതല്ല. 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധമതത്തിലാണ് ആദ്യത്തെ വലിയ മതപരിവർത്തനം നടന്നത്. സമുദായങ്ങൾക്കും തുല്യാവകാശങ്ങൾ നൽകുന്ന ഒരു ആദർശ മതത്തിനായി അന്വേഷണത്തിൽ നിന്നാണ് ഡോക്ടർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് എത്തിയതെന്നായിരുന്നു ഖാർഗെയുടെ വാക്കുകൾ. എന്നാൽ ഇപ്പോഴും തുടരുന്ന മതത്തിൽ തന്നെ വിശ്വസിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ലോക നിയമസഭകളിലായി 12 തവണ മത്സരിച്ച ഖാർഗെക്ക് ഒരിക്കൽ മാത്രമാണ് തോൽവിയുടെ കൈപ്പറയേണ്ടി വന്നിട്ടുള്ളത്. 2009-ലും 2014-ലും ലോക്സഭയിലേക്ക് വിജയിച്ച ഗുൽബർഗ മണ്ഡലത്തിൽ 2019 വിജയമെന്ന പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയായിരുന്നു. മോദി തരംഗത്തിൽ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ഉമേഷ് ജാദവിനോട് 95,452 വോട്ടിനാണ് അന്ന് തോൽവി ഏറ്റുവാങ്ങിയത്. ഇത് വ്യക്തിപരമായ തോൽവിയല്ല, താൻ നിലകൊള്ളുന്ന തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ തോൽവിയാണെന്നും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ തളർത്തിയ തോൽവിയായി മാറുകയായിരുന്നു. 28-ൽ 25-ലും വലിയ വിജയം BJP നേടി. 78 വയസ്സിൽ കർണാടകയിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഖാർഗെ 2021 ഫെബ്രുവരിയിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി തിളങ്ങി. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നും പടിപടിയായിട്ടായിരുന്നു അദ്ദേഹം ജനത്തിനും പാർട്ടിക്കിടയിലും വളർന്നു കയറിയത്. ഇംഗ്ലീഷ്, ഉറുദു, തെലുങ്ക്, മറാഠി എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന്റെ മികവ് ഈ ജനശ്രദ്ധയ്ക്ക് കാരണമായി. 8 തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് സംവരണ മണ്ഡലത്തിൽ നിന്നായിരുന്നു. ഇതിന് മണ്ഡല വിജയമായി BJP എതിരാളികളും ആയുധമാക്കിയതുകൊണ്ട് തന്നെ ദളിതനായതാണോ ഉയർച്ചയ്ക്ക് കാരണമെന്ന ചോദ്യത്തിന് രോക്ഷത്തോടെയായിരുന്നു എക്കാലത്തും അദ്ദേഹം മറുപടി നൽകിയത്.